നീ അറിഞ്ഞ ഞാൻ പെട്ടു. A few moments later. ഹലോ ഗൈസ്, അപ്പോൾ ഇത്രയും നേരം കണ്ടത് എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും അല്ലേ. ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ജോർജിയയിലെ കുട്ടേസിലെ ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറി, ഒക്കോ എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് പോയിട്ട് അവിടുത്തെ ചേച്ചിമാരോടൊക്കെ കണ്ട് സംസാരിക്കാൻ മാത്രമല്ല പോയ ഗൈസ്, കുറച്ച് ഫുഡൊക്കെ മേടിക്കാനായിരുന്നു പോയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും വെറുതെ അല്ല രണ്ടെണ്ണം തടിച്ച് പോകുന്നതെന്ന്. അല്ല ഗൈസ്, ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഇവിടെ പാവപ്പെട്ട കുറച്ച് അമ്മൂമ്മമാർക്ക് വേണ്ടി ഞങ്ങൾ മേടിച്ച ഫുഡാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു അമ്മച്ചയ്ക്ക് ഇത് കൊടുക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. അമ്മച്ചയ്ക്ക് കൊടുത്തതിന് ഭയങ്കര സന്തോഷമായ ഗൈസ്. ഞങ്ങളിത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. എന്നിട്ട് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് ഗൈസ്. അതിന് ശേഷം ഒരു അമ്മേനെയും 3 മക്കളെയും കണ്ടു കേട്ടോ. അവർ കുട്ടേസിൽ സ്ഥിരമായിട്ട് ഭിക്ഷ എടുക്കുന്ന ആൾക്കാരാണ്. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഫുഡൊക്കെ കൊടുത്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഗൈസ്. അതിനുശേഷം ഞങ്ങൾ 2 അമ്മൂമ്മമാരെയും കണ്ടായിരുന്നു. അമ്മൂമ്മമാർക്കും ഫുഡ് മേടിച്ചു കൊടുത്തു. അപ്പോൾ അവരുടെ മുഖത്തുണ്ടായ ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും പൂട്ടി പറയും ഗൈസ്, എൻ്റെ അമ്മയാണെന്ന്. എൻ്റെ അമ്മ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ കണ്ടും നോക്കിയും പഠിക്കാറുണ്ട്. പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്നതും, ഈ വർഷം അമ്മയുടെ കോളേജിൽ തന്നെ ഒരു സ്റ്റുഡൻറ്റിന് വീട് വെച്ച് കൊടുക്കുന്നതും, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഗൈസ്. ഞാൻ ജനിക്കുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്ത ട്രസ്റ്റ്, മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റിൻ്റെ ഒരു മെമ്പറാണെന്ന് പറയാൻ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. ഈ 25th ആനിവേഴ്സറിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു.